students, welcome back to Bosco Campus Vision. This is the 40th lecture on entrepreneurship development. I am Rishmi, Assistant Professor, Department of Commerce, Don Bosco College, Kut. In today's session, we are going to discuss the topic of startups. The modern business world is one which gives more importance to startups. A startup is a young company that is just beginning to develop. It is a newly emerged business venture that aims to develop a viable business model to meet a marketplace need or problem. Then, let us see the meaning of startup. A startup is a company that offers a product or service that is not currently being offered elsewhere in the market. A startup company is a newly formed business with particular momentum behind it. It's based on expected demand for its products or services. സോ എന്താണ് സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത്? സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് ഒരു കമ്പനിയാണ്. ഓക്കെ, അവിടെ ഒരുപാട് പ്രോഡക്ട്സും സർവീസും എല്ലാവരും ഓഫർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആ പ്രോഡക്ട്സ് ആൻഡ് സർവീസിൻ്റെ ഒരു പ്രത്യേകത മാർക്കറ്റിൻ്റെ എങ്ങും തന്നെ ഇങ്ങനെ ഒരു ഓഫർ ഇല്ലാത്തതായിരിക്കണം. മീൻസ് ആ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന പ്രോഡക്റ്റോ സർവീസോ എൻറ്റയർലി ഡിഫറൻ്റ് ആയിരിക്കണം. അതാണ് ഒരു സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ലെറ്റ് us see the definition. An entrepreneurial venture which is a newly emerged one that aims to meet a marketplace need, want or problem by developing a viable business model around products, services, processes or platforms. അപ്പോൾ സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഓൺടർപ്രണൂറിയൽ വെഞ്ചറാണ്. പക്ഷേ പുതിയതായിട്ട് എമർജ് ചെയ്യുന്നതായിരിക്കണം. അതായത് മാർക്കറ്റിൽ ഇപ്പം നിലവിലുള്ളതിൻ്റെ കോപ്പി ചെയ്ത ഒരു കാര്യമാകാൻ പാടില്ല. അതാണ് ന്യൂലി എമർജ്ഡ് വൺ ആയിരിക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ള മാർക്കറ്റിലുള്ള നീഡും വാണ്ടും, അതായത് കസ്റ്റമേഴ്സിൻ്റെ നീഡ്സും അവരുടെ വാണ്ട്സും, അതുപോലെ കസ്റ്റമേഴ്സിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിനെയൊക്കെ മീറ്റ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിൽ വരുന്ന പുതിയതായിട്ട് എമർജ് ചെയ്ത ഒരു വെഞ്ചറായിരിക്കണം ഈ ഒരു സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, കണ്ടീഷൻസ് ടു ബി സാറ്റിസ്ഫൈഡ് ടു ബി എ സ്റ്റാർട്ടപ്പ്. അപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് ആകണമെന്നുണ്ടെങ്കിൽ ഇനി പറയുന്ന 4 കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആയിരിക്കണം, എങ്കിലേ ആ ഒരു വെഞ്ചറിന് സ്റ്റാർട്ടപ്പ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് എ ബിസിനസ് ക്യാൻ ബി കോൾഡ് ആസ് സ്റ്റാർട്ടപ്പ് if it is within a period of 7 years from the date of registration or within a period of 10 years in the case of biotechnology sector. ബയോടെക്നോളജി സെക്ടറിലാണെങ്കിൽ രജിസ്റ്റർ ചെയ്ത് 10 വർഷത്തിനകമാണെങ്കിൽ അതിനെ സ്റ്റാർട്ടപ്പ് എന്ന് പറയാം. അല്ലാതെയുള്ള കാര്യങ്ങൾക്ക്, അല്ലാതെയുള്ള ബിസിനസ്സുകൾക്കാണെങ്കിൽ രജിസ്ട്രേഷൻ തൊട്ടുന്ന് 7 ഇയേഴ്സിനകം വെച്ചിട്ടുള്ളതിനെ, അങ്ങനെയുള്ള ബിസിനസ്സുകളെയാണ് സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഓർ രജിസ്റ്റേർഡ് പാർട്ട്ണർഷിപ്പ് ഫേം ഓർ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്. അപ്പം രണ്ടാമത്തെ കണ്ടീഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിരിക്കണം, അല്ലെങ്കിൽ രജിസ്ട്രേർഡ് പാർട്ട്ണർഷിപ്പ് ഫേമോ അല്ലെങ്കിൽ എ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പോ ആയിരിക്കണം. ദെൻ തേർഡ് കണ്ടീഷൻ ഈസ് ആനുവൽ ടേൺ ഓവർ ഡസ് നോട്ട് എക്സീഡ് 25 crores. 25 കോടി രൂപയ്ക്ക് മുകളിൽ ആനുവൽ ടേൺ ഓവർ അത് രജിസ്റ്റർ ചെയ്ത് അപ്പോഴും തൊട്ടെന്ന് വരാൻ പാടില്ല. ദെൻ ഫോർത്ത് വൺ, a business can be called as startup only if it is working towards innovation, development or improvement of products or process or services. അതായത് ഒരു ബിസിനസ്സിനെ സ്റ്റാർട്ടപ്പ് എന്ന് വിളിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അത് പുതിയതായ രീതിയിലുള്ള ഇന്നോവേഷനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിരിക്കണം. Now we have to look at the characteristics of startups. First one, it should be a new company.
Second one should be with unlimited growth potential. Then third one, special class of companies with particular work culture. Then fourth one, commitment to innovation. Then fifth one, leaders and workers working side by side. These are the main characteristics of startups. First characteristics is it should be a new company. അതായത് മാർക്കറ്റിന് പ്രത്യേകമായിട്ട് തന്നെ ഒരു പുതുമയുള്ള പ്രോഡക്റ്റോ സർവീസോ ആയിരിക്കണം സ്റ്റാർട്ടപ്പായിട്ട് വരേണ്ടുന്നത്. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ആൾസോ ഷുഡ് ബി ബേസ്ഡ് ഓൺ പെർസീവ്ഡ് ഡിമാൻഡ് ഫോർ ഇറ്റ്സ് പ്രോഡക്ട്സ് ഓർ സർവീസ്. ആ പർട്ടിക്കുലർ സർവീസിനോ പ്രോഡക്റ്റിനോ ഒരു പെർസീവ്ഡ് ഡിമാൻഡ് ഉണ്ടായിരിക്കണം. അതിൻ്റെ ബേസിലായിരിക്കണം ആ ഒരു ബിസിനസ് വരേണ്ടുന്നത്. ഓക്കെ, അപ്പം ഇറ്റ് ഷുഡ് ബി എ ന്യൂ കമ്പനി. That means a newly formed business with a specific product or service which is specifically new in the market, and it should be based on perceived demand for its product or service. Then the second characteristic is it should be with the unlimited growth potential. Companies have limited growth potential in terms of their customer base, revenue and product are not seen as startups. അതായത് ബിസിനസ് ഒരിക്കലും ലിമിറ്റഡ് ഗ്രോത്ത് പൊട്ടൻഷ്യൽ ആകാൻ പാടില്ല. ലിമിറ്റഡ് ഗ്രോത്ത് പൊട്ടൻഷ്യലിൽ വരുന്ന ബിസിനസ് ഒന്നും തന്നെ സ്റ്റാർട്ടപ്സുകളല്ല. അതായത് വളരെ വലിയ രീതിയിലുള്ള വളർച്ച ഉള്ള ബിസിനസ് ആയിരിക്കണം സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത്. റവന്യൂവിൻ്റെ ബേസിലായാലും കസ്റ്റമർ ബേസായാലും എല്ലാം നോക്കിയാൽ വളരെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉണ്ടായിരിക്കണം സ്റ്റാർട്ടപ്പ് ആകണമെന്നുണ്ടെങ്കിൽ. അതായത് അൺലിമിറ്റഡ് ഗ്രോത്ത് പൊട്ടൻഷ്യൽ, ഒരിക്കലും ലിമിറ്റഡ് ഗ്രോത്ത് പൊട്ടൻഷ്യൽ ആകാൻ പാടില്ല. അങ്ങനെയുള്ളതാണെങ്കിൽ അത് സ്റ്റാർട്ടപ്പ് ആകുകയില്ല. ദ തേർഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് സ്പെഷ്യൽ ക്ലാസ് ഓഫ് കമ്പനീസ് വിത്ത് പർട്ടിക്കുലർ വർക്ക് കൾച്ചർ. ഒരു സ്റ്റാർട്ടപ്പ് ഡിഫൈൻ ചെയ്യാനായിട്ട് പ്രത്യേകമായിട്ട് ഒരു സ്റ്റാൻഡേർഡ് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ബിസിനസ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് തന്നെ ഒരു സ്പെഷ്യൽ ക്ലാസ് ഓഫ് യങ് കമ്പനീസ് ആയിരിക്കും സ്റ്റാർട്ടപ്സ് എന്ന് പറയുന്നത്. അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു പർട്ടിക്കുലർ വർക്ക് കൾച്ചർ തന്നെ അവിടെ നിലനിൽക്കുന്നതുമുണ്ട്. ഓക്കെ, അപ്പം ഒരു സ്റ്റാൻഡേർഡ് വെച്ച് നമുക്കൊരിക്കലും ഒരു സ്റ്റാർട്ടപ്പിനെ ഡിഫൈൻ ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ തന്നെ പറയുന്നത് ഒരു സ്പെഷ്യൽ ക്ലാസ് ഓഫ് യങ് കമ്പനീസിനെയാണ് സ്റ്റാർട്ടപ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അവിടെ ഒരു പർട്ടിക്കുലർ വർക്ക് കൾച്ചറും ഉണ്ടായി. ദെൻ ഫോർത്ത് ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് കമ്മിറ്റ്മെൻറ്റ് ടു ഇന്നോവേഷൻ. In order to be a startup in the real sense, it should be towards innovation, development or improvement of products or process or services. There should be commitment to innovation and willingness to take a risk and make decision quickly. സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പം തന്നെ അതിൽ ഇന്നോവേഷൻ, പുതുമയുള്ള കാര്യങ്ങൾ കണ്ടെത്തുന്നതിനേക്കായിട്ടുള്ളൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടായിരിക്കണം. റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുള്ള വ്യക്തികളായിരിക്കണം. അതുപോലെ തന്നെ പെട്ടെന്ന് ഡിസിഷൻ എടുക്കുവാനും സാധിക്കണം. അപ്പോൾ ഈ സ്വഭാവ സവിശേഷതകളെല്ലാം ഒരു സ്റ്റാർട്ടപ്പിന് ഉണ്ടായിരിക്കണം. Then the last characteristics is leaders and workers working side by side. The startup culture is considered egalitarian. That means the workers and their executive work side by side without any ego in them. അതായത് സ്റ്റാർട്ടപ്സ് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള വർക്കേഴ്സും അതുപോലെ തന്നെ അവിടുത്തെ എക്സിക്യൂട്ടീവ്സും എല്ലാം ഒരേപോലെയാണ്, സൈഡ് ബൈ സൈഡായിട്ട് നിന്നാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. എല്ലാം അവിടെ ഒരിക്കലും ഒരു ഈഗോ ക്രിയേറ്റ് ചെയ്യുന്നില്ല. So in today's session we discussed about the topic of startups. In that we learned meaning, definition, then the conditions to be satisfied to be as a startup. Then we discussed characteristics of startups. There are 5 characteristics. First one should be a new company, then it should be with unlimited growth potential, then special class of companies with a particular work culture, then commitment to innovation, leaders and workers working side by side.